ക്യാമറയെ നോക്കിയിരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ പിങ്കുവിന്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. എന്തെങ്കിലും പറയാനുണ്ടോ? ദിവസേന ഈ അമ്മച്ചിക്ക് എന്നെപ്പറ്റി കുറ്റപ്പെടുത്തലുകളേ ഉള്ളു ഗൈസ് പറയാൻ. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. എന്നെപ്പോലെ നല്ലൊരു പെങ്കൊച്ചിനെ കാണി കാണാൻ കിട്ടത്തില്ല. അടുത്തത് തിരിഞ്ഞെങ്കിരുന്ന എന്തിനാ? അടുത്തത് പറ. ഹലോ. നല്ല പെങ്കൊച്ചിൻ്റെ അടുത്ത ലീലാവിലാസത്തിലോട്ട് കടക്കാൻ പോവാട്ടോ. ഇതെല്ലാം നമ്മൾ താഴെ ഇടാൻ പോവാന്നോ? അപ്പം അന്നത്താനെ പറക്കി വെക്കും. മിക്കും കൂടെ കയറിക്കോ വേണമെങ്കിൽ. ബാ കയറ്. അതെങ്ങനെ എല്ലാത്തിനും മാറി തിരിഞ്ഞു അങ്ങ് നടക്കുവാ. എന്നാ മിക്കു ബാ കയറ്. അവള് കയറാൻ സമ്മതിക്കത്തില്ല കണ്ട. നിനക്കെന്തോ മിക്കു അഭിപ്രായം നിന്റെ അനിയത്തെ പറ്റി? നമുക്ക് ആർക്കെങ്കിലും കൊടുത്താലോ ഈ വെകളിയെ? നമുക്ക് ഈ വെകളിയെ ആർക്കെങ്കിലും കൊടുത്താലോ? നോട്ടം നോക്കിയാട്ടെ ഉണ്ടക്കൊണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. വെകളിയുടെ നോട്ടം നോക്കിയേ. ആർക്കെങ്കിലും വേണോ? പിങ്കുവിനെ കൊടുക്കാനാ. അത് മുഖത്ത് എക്സ്പ്രഷൻ നോക്കട്ടെ. എക്സ്പ്രഷൻ കുനിഞ്ഞിരുന്നു. പിങ്കുവിനെ കൊടുക്കാനാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. അയ്യോ മിക്കുവിന്റെ മുഖത്ത് സന്തോഷം, പിങ്കുവിന്റെ മുഖത്ത് വിഷമം. വിഷമം എന്തിനാ? ഇതുപോലെ ഒരു വേല ഒരു വീട്ടിലും നടക്കത്തില്ല. അതിന്റെ വിഷമമാ. പിങ്കു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പോയതാ. മിക്കു പിങ്കു 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 നീ എന്നെങ്കിലും എന്നെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുവോ? അങ്ങനെ ഉറപ്പ് തരാമെങ്കിൽ ഇവിടെ നിർത്താം. പിങ്കു എന്തെങ്കിലും നല്ലത് പറയിപ്പിക്കുവോന്ന്? ആരെയും നോക്കുന്നേ? ഹായ് ബെല്ല. ബെല്ല ഹായ്. ബെല്ല രാവിലെ നീരാട്ടിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ബെല്ലയുടെ കുളി ദിവസമാണ്. ബാക്കിയുള്ളവരെയും കുളിപ്പിക്കണം. അവരെ വൈകിട്ട് കുളിപ്പിക്കുന്നുണ്ട്. ബെല്ല കുളിപ്പിക്കുന്ന അമ്മ, ബാക്കിയുള്ളവരെ കുളിപ്പിക്കുന്നത്. ഹായ് ബെല്ല. ഹായ് ബെല്ല. ഇവിടെ കുളിക്കാൻ ഇത്ര മടിയുണ്ടോ ബെല്ലയ്ക്ക്? മാസത്തിൽ ഒരിക്കൽ പോലും കുളിയില്ല, എന്നിട്ടും അവക്ക് മടിയാ. ഞങ്ങളുടെ പ്ലാവയിൽ ആദ്യമായിട്ട് ചക്ക പിടിച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ്. പക്ഷെ ഇപ്പം വെച്ചിട്ട് 3 വർഷമായി. കണ്ട അവിടെ ഇവിടെയൊക്കെ ചക്ക വന്നിട്ടുണ്ട്. ഇതിന് എത്രത്തോളം ഇത് കൊള്ളത്തില്ല. ഇത് കണ്ട പന്നല, ഇത് പന്നല. ഈശ്വരാ വേണ്ട. അപ്പുറത്ത് ഈ വെല്ല കുളിപ്പിക്കുന്നതിന്റെ മേള വെക്കേക്കുന്നു കേട്ടോ. ഇനി വെല്ല കുളിപ്പിച്ച് കണ്ണുമുന്നിൽ നിന്ന് മാറ്റുന്നത് വരെ ഒരു സമാധാനവും തരത്തില്ല. നിനക്ക് വയ്യാക്കി നീ കൊരയ്ക്കാതെ. അവന് സൗണ്ട് എടുക്കാൻ വയ്യ, അവന് കൊരയ്ക്കുകയും വേണം. അത് ചെറുപ്പത്തിന്റെ ആവേശമാ. കാണിക്കും. 10 മണിയായപ്പോ പല്ലും തേച്ച് വൃത്തിയാകും. നാശിയെ കണ്ട 10 മണിക്ക് ട്യൂഷനും പാനാ കണ്ട. ഇങ്ങനെ വേണം പിള്ളേര് വളരാൻ. ഹായ് ഗായ്സ്. അപ്പൊ നമ്മളിന്ന് മീൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയപ്പം പകുതി വഴിക്കെത്തിയപ്പം വിചാരിച്ച് നാടൻ കോഴി കഴിച്ചിട്ട് കൊറേ കാലമായി കേട്ടോ. കൊറേ നാളായി. അപ്പം നാടൻ കോഴി നമ്മുടെ വീടിനടുത്ത് തന്നെ കിട്ടും കേട്ടോ. പകുതി വഴി വരെ പോയതായിരുന്നു മീൻ വാങ്ങിക്കാനായിട്ട്. അപ്പം നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള റോഡേ കൂടെയാണ് നമ്മള് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ വഴി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ വഴി ഞങ്ങളങ്ങനെ വരാറില്ല ഈ വഴി കേട്ടോ. പക്ഷെ ഇപ്പൊ അടുത്ത നല്ല രസമാണ്. മൊത്തം കാടായിട്ട് നല്ല രസം കാണാൻ. ഇവിടെ എല്ലാം പന്നികളുടെ കൂമ്പാരം കേട്ടോ. നല്ലോണം എടുത്തിട്ടുണ്ട്. ഈ വയലിനപ്പുറം നമ്മുടെ വീട്. നമ്മള് പക്ഷെ ഈ വഴി അങ്ങനെ വരാറേ ഇല്ല കേട്ടോ. നമുക്ക് വരേണ്ടുന്ന ആവശ്യങ്ങളില്ല. അപ്പൊ ഇപ്പം ഈ വഴി അങ്ങോട്ട് കയറി പോവാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടല്ല അങ്ങോട്ട് കാണി നമ്മുടെ വീട്. അതിന്റെ അപ്പുറം നമ്മുടെ വീടാട്ടോ. ഇവിടെ കാണാം. രണ്ട് സൈഡും വയലായതുകൊണ്ട് നമ്മുടെ ഇതുവഴി വരാത്തതിന്റെ കാരണമാണ് കണ്ട് ഈ കാണുന്നത് കേട്ടോ. കണ്ട ഈ റോഡൊന്ന് കാണിച്ചു കൊടുത്താട്ട്. ഇത് മാത്രമല്ല എന്റെ പൊന്നമ്മച്ചി വരാറില്ല. ഇതുവഴി നമ്മൾ വരാത്തതിന്റെ കാരണം ഇതാണ് കേട്ടോ. ഈ റോഡ് മോശമാണ്. എന്റെ കാടാ നിറച്ചത്. മൊത്തം വയലായിരുന്നു കേട്ടോ. എല്ലാം നികത്തി ഇപ്പം. പക്ഷെ പണ്ടൊക്കെ രസമായിരുന്നു. ഞങ്ങൾ ഈ വയലിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുവാനും വഴിയുണ്ടായിരുന്നു.
നമ്മുടെ നാടൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് വേണമെങ്കിൽ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴാണ് വയലല്ല, ഇതെല്ലാം വയലായിരുന്നു. ആ വയലെല്ലാം നികത്തി മൊത്തം വയലായിരുന്നു ഇവിടെ എല്ലാം. അപ്പുറം ഇപ്പുറം വയലെല്ലാം നികത്തി ഇനി റോഡിന്റെ അവസ്ഥയാണ്. ഈ റോഡാണ് അതുകൂടൊന്നും ശരിയായ പിന്നല്ല ഓക്കെ. ഭയങ്കര മോശം. അവിടെ എന്റെ കുഞ്ഞി പന അത്യാവശ്യം നല്ല വണ്ടികളും പോലെ. അവിടെ എന്തുവാന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോഴേ കാണും. തമിഴ്നാട് കൊട്ടി കണ്ടോ അവിടെ കൃഷിയോ ഇവിടെ വയലായിരുന്നു. അവിടെ എല്ലാം നികത്തുവാ മണ്ണിട്ട്. വീഡിയോ ഒക്കെ ഷെയ്ക്കാവും. അത് കുണ്ടും കുഴി കൂടെ അല്ലേ ഞാൻ പോകുന്നത്. കുത്തിയിട്ട് കാണാൻ. അപ്പം ഗൈസ് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പല പല കാര്യങ്ങളുമായിട്ട് ഇരുന്ന് വീഡിയോ എടുക്കുന്ന അരിവേ വിട്ടുപോയി കേട്ടോ. നമ്മുടെ നാടൻ കോഴിയൊക്കെ വൃത്തിയാക്കി നല്ല ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് ഞാൻ അടുപ്പയിലാക്കി ഇത് പാകമാവാറായപ്പോഴയ്യോ വീഡിയോയുടെ കാര്യം ഓർത്തത് കേട്ടോ. ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലയോ, വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരോടും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം വീഡിയോയുടെ കാര്യം വിട്ടുപോയി. ആഷ്മി ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയിട്ട് വന്ന് രാവിലെ ഞങ്ങൾ പഴങ്ങിഞ്ഞ് കുടിക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. അതെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചെല്ലാം വിട്ടുപോയി. ഇങ്ങനെ അത് എന്തോ ചെയ്യും. ആഷ്മി ഇതിൻ്റെ ഇടയ്ക്ക് 10 മണി തൊട്ട് 12:30 വരെ ട്യൂഷനുണ്ട്. ഇപ്പം ലച്ച് വിളിക്കാൻ പോയപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർക്കുന്നത്. ഭാഷ വിളിക്കാനായിട്ട് ലച്ച് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കനും ഒക്കെ ആവാറായി കേട്ടോ. കുറച്ചുകൂടെ പറ്റട്ടെ. ഞാൻ വിറവടുപ്പിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. വിറവടുപ്പിൽ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒഴിച്ചേറി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ അമ്മയ്ക്ക് വേണം ഒഴിച്ചേറി. അപ്പം ചമ്മന്തിപ്പൊടി ഉണ്ട്. ഇത് ഇന്നലത്തെ വീഡിയോ ഞാൻ കാണിച്ച ചമ്മന്തിപ്പൊടിയല്ല, അതൊക്കെ അന്നേരേ തീർന്നായിരുന്നു. തേങ്ങ വറുത്ത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വീണ്ടും ചമ്മന്തി പൊടിച്ചതാട്ടോ. എന്തോ ഈ കാലാവസ്ഥയ്ക്ക് ചമ്മന്തിപ്പൊടിയും ഒക്കെ കൂട്ടി ചോറ് തിന്നാനൊരു ടേസ്റ്റ് വന്നു കേട്ടോ. അതുകൊണ്ട് വീണ്ടും ഞാൻ പൊടിച്ചു വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് തീരും ഇവിടെ. അപ്പം അമ്മയ്ക്ക് ഒഴിച്ചു കൂട്ടാൻ നിർബന്ധമാണ്. അമ്മ ഇതിട്ട് പെരട്ടി തിന്നട്ടെ. ഞങ്ങൾക്കൊക്കെ ചിക്കൻ്റെ ചാറും മതി പെരട്ടി തിന്നാനായിട്ട്. അമ്പോ ചിക്കനൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പറ്റി. ഇതാണ് വിറവെടുപ്പിൻ്റെ ഇവിടെ കനലിലിരുന്ന് ഇതങ്ങ് ഇതുപോലെ സെറ്റായിക്കണം കേട്ടോ. ആഷി ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേ അങ്ങ് തോണ്ടിലോട്ട് ചാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് കാർട്ടൂണൊക്കെ കണ്ടേച്ച് വരുത്തുള്ളൂ. ഈ നാടൻ കോഴിക്കറിയുടെ കളർ ഇങ്ങനെ വന്നാലേ എന്നൊരു രസമുള്ളൂ കേട്ടോ. ലച്ചുവിന് ചോറ് വേണമെന്ന് പറഞ്ഞ് വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിനി അവൾക്ക് ചോറ് വിളമ്പി കൊടുക്കട്ടെ. അപ്പം ലച്ചുവിന് നമുക്ക് എല്ലും കഷ്ണമാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. വെട്ടം കിട്ടുന്നില്ല. ടിവിയുടെ മുന്നിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം. ഇതന്നാണ് വന്ന് എടുത്തോണ്ട് പോക്കോ അങ്ങനൊന്നുമില്ല. എന്നാ ആച്ചൂടി ചൂടിന്റെ ഭാഗത്തോള് കൈയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് പോയി ഇട്. കൊള്ളാമല്ല. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ നാടൻ കോഴിക്കറി. ഞാനും ബ്രോയിലർ വേണോ? ഒരാൾക്ക് ബ്രോയിലർ കോഴി വേണ്ട. ലച്ചുവിനും ബ്രോയിലർ വേണ്ട. നാടൻ കോഴി മതി. ആഷ്മിക്ക് നാടൻ കോഴി വേണ്ട. ബ്രോയിലർ മതി. നാടൻ കോഴി കഴിച്ചിട്ട് നാടൻ കോഴി കഴിച്ചിട്ട് ഒത്തിരി ദിവസമായിട്ട് ഞാൻ മേടിച്ചിന് നാടൻ മേടിക്കാം. ഉപ്പൊക്കെ എടുത്തോണ്ട് തരാം. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അത് ഇച്ചിരി ഇല്ല. ഉപ്പില്ലാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. എക്സ്ട്രാ ഉപ്പ് ഇവിടെ എല്ലാവർക്കും വേണം കേട്ടോ. ഉപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇല്ലേ? ഇല്ല, ഉപ്പില്ല. അത് ഉപ്പ് നമ്മൾ എക്സ്ട്രാ ഇടണം ചോറിനകത്തിട്ട് പുരട്ടുമ്പോ. പിന്നെ അങ്ങോട്ട് പോയി ഇട്. ഇങ്ങനെന്തോ ജോലിക്കാരിയോ? ടിവിയുടെ മുന്നിൽ ഇരിക്കുക. ഓർഡറിനനുസരിച്ച് എല്ലാം കൊണ്ട് കൊടുക്കുക. നീ ആശി എപ്പോഴാ വന്ന് ചോറ് കഴിക്കുന്നത് ആർക്കറിയേ? ഞാൻ എന്തുപോലെ വെച്ചു ഇത് ടി വി അങ്ങ് വെച്ചപ്പോഴത്തേക്കിന്. അപ്പം ചിക്കനൊക്കെ കൂട്ടി നല്ലൊരു ഉച്ചയൂണൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അയൽക്കൂട്ടം എല്ലാം കഴിഞ്ഞേച്ച് നമ്മൾ നമ്മുടെ പുതിയ വീടിൻ്റെ പണി നടത്തേക്ക് വന്നു കേട്ടോ. അപ്പം ഇന്ന് പണിക്കാരൊന്നുമില്ല, ജോലിക്കാരൊന്നുമില്ല. അപ്പം നമുക്ക് പാത്രമൊക്കെ എടുക്കാണ്ട് കേട്ടോ. അപ്പം നാളെ പണിയുണ്ടല്ലോ. അപ്പം നാളെ പണിക്കാർക്ക് വെള്ളം കൊടുക്കാനുള്ള പാത്രമൊക്കെ ഇട്ടിരിക്കുക. അപ്പം വന്ന് എടുത്തുകൊണ്ട് പോയാലും ഞാനും പിള്ളേരുടെ വന്നേ കേട്ടോ. അപ്പം ഏകദേശം പണിയൊക്കെ പൂർത്തിയാവാറായി നമ്മുടെ വീടിൻ്റെ. ഇനി ടൈൽസ് പണിയൊക്കെ ഇനി ഏകദേശം ഒരു ദിവസം കൂടെയൊക്കെ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കുറച്ച് പണിയും കൂടെയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂന്ന് തോന്നുന്നു. ടൈൽസിൻ്റെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്.
നമ്മൾ പുതിയൊരു വീട് വെച്ച് പ്രത്യേകിച്ച് ടൈൽസൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ല അല്ലേ? ഞങ്ങൾ മിക്ക സമയവും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. മിക്ക സമയം എത്രയും പെട്ടെന്ന് പിന്നെ ഇങ്ങോട്ട് മാറിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അയ്യോ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് മാറാൻ പറ്റട്ടെ. ഇനി ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ കിട്ടും കേട്ടോ, ഇല്ല? അന്നേരം പിന്നെ ലച്ചൊക്കെ വീഡിയോ എടുക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേലോട്ട് കയറി നോക്കാം. കയറി ആശയൊക്കെ കാത്തൂന് ഭയങ്കര സങ്കടം കേട്ടോ. ഞങ്ങൾ അവിടുന്ന് താമസം മാറി പോരുമ്പോൾ കാത്തൂന് പിന്നെ കമ്പനിക്കാരില്ലല്ലോ. അപ്പൊ കാത്തു മിക്കവാറും ദിവസങ്ങളിൽ ഇനി ഇവിടൊക്കെ ആയിരിക്കും ആശുപിയുടെ കൂടെ, ഇല്ല? പറഞ്ഞില്ലേ ഏകദേശം പണികളൊക്കെ പൂർത്തിയായിട്ടോ. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അയ്യോ, ഇതൊക്കെ എല്ലാവരുടെ ഒരു സ്വപ്നമല്ലേ? എനിക്ക് പേടിയാ, ഞാൻ നടക്കത്തില്ല, കൈവരി ഇട്ടിട്ടേ നടക്കൂ. പിന്നെ ഒരു ബെഡ്റൂം, നമ്മുടെ കടയുടെ മേളത്തെ വേണ്ട നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിലെ കല്യാണമാണ് നാളെ കേട്ടോ. വെച്ചിരിക്കുന്നുണ്ട്, അവിടുത്തെ കല്യാണമാണ് നാളെ. കല്യാണം ഇവിടെ ആയിട്ടും വലിയ ആളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാതെ. അമ്മേ തുറക്കട്ടെ ഇവിടെ. അയ്യോ, വേണ്ട ഇല്ല കാണുന്ന ചായക്കട അറിയാവോ? യൂട്യൂബ് സ്ഥിരം കാണുന്നവർക്ക് മൈ വേബേ കല്യാണി എന്ന് പറഞ്ഞൊരു ചാനലുണ്ടല്ലോ, അതിനകത്ത് ആ കൊച്ചി നട്ടുകാരി കേട്ടോ. ഇവിടെ കുറച്ച് വടക്കവറ വീട്. അപ്പം ആ ചാനലിനകത്ത് പരിപ്പ് വട ഫേമസ് ആണല്ലോ ആ ചാനലിൽ കൂടെ. ആ ചായക്കടയാണ് അത് കേട്ടോ. പക്ഷെ ഇന്ന് തുറന്നിട്ടില്ല, അങ്ങനെ തുറക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തോ പനിയെ കണ്ടിട്ട് തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ പരിപ്പ് വട കടയാണ് ആ കട. അപ്പം നമ്മുടെ ആഷ്മിയുടെ റൂം എന്നൊക്കെ പറയാം. അങ്ങനൊന്നും ഇല്ല. മാറ്. ഒരു ബെഡ്റൂം അങ്ങനൊന്നുമില്ല. എല്ലാ ബെഡ്റൂമും എല്ലാവർക്കും ഉപയോഗിക്കാം. റീൽസൊക്കെ എടുക്കാമല്ലോ ഇവിടെ നിന്ന്. വേറെ നമുക്ക് വീഡിയോക്ക് ഇനി വെട്ടവും വിളിച്ചൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പം പ്രശ്നം കണ്ട, ഇവിടെ പുളി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നാൾ ഇവിടെ നിന്ന് പിടിച്ച്. ഇനിയിപ്പോൾ പുളിയില്ല. ഇങ്ങോട്ട് മാറ ആരാശ്വി. നമ്മുടെ താഴ്വശം നമ്മുടെ എന്താ കിണറിൻ്റെ അപ്പുറത്ത് ബാത്റൂമൊക്കെ ഇല്ലേ, അതിൻ്റെ അപ്പുറത്തായിരിക്കും നമ്മുടെ മിക്കുവിൻ്റെയും പിങ്കുവിൻ്റെയും ഒക്കെ വീട് വരുന്നത്. ആ സൈഡായിരിക്കും അവർക്കുള്ള സ്പേസ്, അങ്ങോട്ടായിരിക്കും. ബൈക്കിലോട്ട് നല്ല സ്പേസൊക്കെ ഉണ്ട്, നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ. കാത്തുവിന് ഇഷ്ടപ്പെട്ട വീട്. കാത്ത് പുറത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഉറ്റ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാത്ത് പിന്നെ പുറത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ. കാത്ത് നിന്ന് ആദ്യമായിട്ടാണ് വീട് കാണാൻ വന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്ക് കാത്തു, ആദ്യമായിട്ടാണ് കാത്ത് വീട് കാണാൻ വന്നത്. നാഷ്മി അവിടെ നിന്ന് മാറുന്നതിൻ്റെ ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ട്, ഇല്ലേ? കാത്തുവിന് അതെല്ലാവരും കൂട്ടുകാരല്ലേ, ഇല്ലേ? എന്നാലും കാത്തുഞ്ഞ് വരും, ഇല്ലേ? നിനക്കെന്തുവാ TV കാണണമായിരിക്കും. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ബൈ. ഒരു ബൈ ഓർഡറിൽ വെച്ച് നീ എന്ത് വിഷാദിച്ചിരിക്കുന്നില്ല. പുതിയ വീട്ടിൽ വന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് എന്നും ഈ ഒരു ഉടുപ്പേ ഉള്ളൂ വീട് എടുക്കുമ്പോൾ. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും ഇട്ടിരിക്കുന്ന ഊരിട്ടിട്ട് എടുത്തിരുന്ന യൂണിഫോമുള്ള. ആഷ്മിയുടെ കാര്യം പറഞ്ഞതുപോലെ 2 പേർക്ക് യൂണിഫോം ഉണ്ട്. ഞാൻ വലുതല്ലേ, എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ കിടക്കുന്ന എടുത്തിട്ട് മേടിക്കും. അത് കാത്തിട്ട് മാറി വേണ്ട, എനിക്ക് പേടിയാ. പിള്ളേർ കൈവരിയൊക്കെ വെച്ചിട്ട് നമുക്ക് കയറാം. അവിടെ ഇരുന്ന് ആ റീൽസൊക്കെ ചെയ്ത് തരണം, റീൽസൊക്കെ കേട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ. പിന്നെ അവിടെ തന്നെ ഊഞ്ഞാലിടണം ആഷ്മിക്ക്. അവിടെ ഞാനിത് അയ്യോ ഓക്കെ ബൈ ബൈ സി യു പറഞ്ഞതായിരുന്നു. അപ്പം ബൈ ബൈ സി യു എല്ലാവരോടൊന്നും പറഞ്ഞേ. ബൈ ബൈ സി യു.